പുലിയെ പിടിക്കണമെങ്കിൽ വേട്ടക്കാരൻ വേണം. ഒരുത്തനുണ്ട് സർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. വേറെ ഒന്നല്ല, ചെറിയ നിരക്കിൽ നിങ്ങൾക്ക് അടിപൊളി അക്കൗണ്ട്സ് കിട്ടുന്ന ഒരു എന്താ പറയുക പേജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ NJR ഈ ഫുട്ബോളിൻ്റെ സ്റ്റോറാണ്. അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നിരപ്പന ഇങ്ങനെ കിടില അക്കൗണ്ട്സ്. നിങ്ങളുടെ അക്കൗണ്ടൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോകാൻ നിങ്ങളുടെ ബഡ്ജറ്റ് ആണ് കൊടുക്കുക. എനിക്ക് ഇപ്പം നിങ്ങൾക്ക് റുമനിക്ക് വേണം, എൻ്റെ ബഡ്ജറ്റ് ഇതാണെന്ന് പറഞ്ഞാൽ റുമനിക്കുള്ള ഇന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അക്കൗണ്ടൊക്കെ എടുത്തരും, സോർട്ടേജ് ആയി തരും. അല്ല, ചെറിയ നിരക്ക് കിട്ടുന്ന ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അല്ല കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലിപ്പോൾ ഹായ് ഗൈസ്, പുതിയൊരു ദിവസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാക്ക് ഓപ്പണിങ്ങിനാണ്. നമ്മുടെ ബെക്കാമാണ് ടാർഗറ്റ്. അപ്പം കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പം 7000 കോയിൻസ് ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ നമ്മൾ ബാക്കി വെക്കും. ഇനി ഒരു ബാർസലോണയുടെ പാക്കൊക്കെ വരുന്നതെന്ന് റൂമേഴ്സ് കിട്ടും, ഒന്നും അറിയില്ല. റൂമേഴ്സ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നല്ല ചൂട് തുടങ്ങി ഗൈസ്. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്. ഇവിടെ നല്ല ചൂട് തുടങ്ങി. അവിടെയും ചൂടാണെന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടിൽ നല്ല ചൂടാണെന്നുള്ള കാര്യം നമ്മൾ മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബെക്കാമിൻ്റെ ബാക്കിലേക്ക് പോവാം. അപ്പം നമുക്ക് വേണ്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ ബെക്കാം തന്നെയാണ്. ഓക്കെ, ഈ ഒരു കാർഡാണ് നമുക്ക് വേണ്ടത്. അത്യാവശ്യം നല്ലൊരു കാർഡാണ്. അതിൻ്റെ ഇത് മാത്രം നോക്കിയിട്ട് ബാക്ക് അടിക്കാം. മെക്കലല്ലേ റൊസിക്കൊന്നും കിട്ടണ്ടെന്നാണ് പ്രതീക്ഷ. കാരണം അവനെ കിട്ടിക്കിനാൽ സംഭവം ഇവിടെ മൈക്രോഫോൺ റെക്കോർഡാകുന്നില്ല. അവരെ കിട്ടിക്കിനാൽ സംഭവം സീനെന്ന് വെച്ചാൽ ബെക്കാമിന് ടാർഗറ്റ് അവർക്ക് തന്നതാണ്. അവരെ കിട്ടിയാൽ തന്നെ കൊല്ലോ അവൻ, അത്രേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ട്രൈയിലേക്ക് തന്നെ പോവാം. ഹിയർ വി ഗോ ഫോർ ദ ഫസ്റ്റ് ട്രൈ. എപ്പിക്കാവോ? ഫസ്റ്റ് ട്രൈ എന്താ ബേസ് നമ്മളെ കൊണാമി വേണ്ടി വരുന്നില്ല, ബേസാണ്. ഇവിടെ നല്ലൊരു ലാഗ് അടിക്കുന്നുള്ളിൽ പോകുമ്പോൾ. ഓക്കെ, അപ്പം അത് എന്തായാലും ഐക്കോണിക്കല്ല, ഇല്ല എപ്പിക്കല്ല. എൻ്റെ മോനെ 10 ബേസാ ഒപ്പരം തന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ട്രൈയിലേക്ക് പോവാം. ഒന്നും മടിക്കാതെ നെക്സ്റ്റ് ട്രൈയിലേക്ക് പോവാം. ഹിയർ വി ഗോ. അതെ എപ്പിക്ക് തരൂ. എടാ ബേസടാ, അതും ബേസ്. ഒരു 1500 കോയിനായിട്ട് നമുക്കൊന്ന് പെൻഡിങ് വെക്കാം, അല്ലെങ്കിൽ നടക്കില്ല, പരിപാടി നടക്കില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതും ബേസ്. ഇത് ഹൈലൈറ്റും അല്ല, പച്ചക്കളറല്ല അടിച്ചത്. എൻ്റെ മോൻ ഇത് എന്താണ് ഇത് നോക്കിയാ? ലജ്ജ. അപ്പോൾ 100 കോയിൻസിൻ്റെ 3 ട്രൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, ഹിയർ വി ഗോ. അതൊരു ബേസാണ്. എടാ ബേസ്. ഞാൻ ഇന്നലെ കൊനാമിനെ ട്രോൾ ചെയ്ത്, അതുകൊണ്ടാണെന്ന് അറിയില്ലേ, ബേസ് ഒരു 100 കൂടി ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ബേസ് വരുന്നത്. ഇതിപ്പോൾ അവസാനം പൊക്കണ്ട വരും. ഇവനെ വിടാൻ പറ്റൂല, അമ്മാതിരി സീനാ. 100 കോയിൻ്റെ ഒരു ഒന്നും കൂടി 100 കോയിൻ്റെ തന്നെ കിട്ടിയാലും മോനെ മുതൽ ബെക്കാമിന് കിട്ടണം. എപ്പിക്ക് മാത്രം കിട്ടിയില്ല. ഇതെന്താ ഇത്? കുറച്ച് 5 സ്റ്റാറാ? അല്ല 3 സ്റ്റാറാ? 3 സ്റ്റാറാ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ 5000 കോയിന് കറക്റ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 900 ട്രൈ. ഇതിലെങ്കിലും നിങ്ങളെനിക്ക് ഫസ്റ്റ് കാണാം, ഞാൻ കാണൂല. നിങ്ങൾക്ക് കിട്ടല്ലേ ഭാഗ്യം, ഫസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ കാണട്ടെ. ഇതിന് നല്ല കാണാണ്ടെക്കുന്നതിന് ഇവിടെ പടക്കം പൊട്ടുന്നുണ്ട്. എന്താ നോക്കട്ടെ. എടാ ഈ എപ്പിക് കണ്ണട വീട്ടിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയത് ശരിക്കും പണ്ടത്തരായിപ്പോയോ എന്നൊരു സംശയം. ഞാൻ മറന്നുപോയത് ഗൈസ്, വേറൊന്നുമല്ല, മറന്നുപോയത്. റെക്കോർഡാകുന്നില്ലേ? ഓക്കെ, അപ്പം അടുത്തത് നിങ്ങൾ തന്നെ ഫസ്റ്റ് കണ്ടോ? എനിക്ക് വേണ്ട, ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ നോക്കി പറ്റാ ഗൈസ്. അപ്പോൾ അതും എൻ്റെ മോനെ ചില അക്കൗണ്ട്സൊക്കെ ഞാൻ കറക്കുമ്പില്ലേ. ഇത് ഹൈലൈറ്റ് ആയിപ്പോടാ. ഹൈലൈറ്റ് കാർഡടാ. ചില അക്കൗണ്ടൊക്കെ ഞാൻ കറക്കുമ്പോൾ കാണുന്ന പോലെ ഇപ്പോൾ രണ്ടാമത്തെ ട്രെയിലേക്ക് കിട്ടുമ്പോൾ എനിക്ക് ഇത്ര ഉള്ളൂ അല്ലേ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ ആ വീഡിയോസ് ഇടാൻ കാരണം തന്നെയാണ്. ഈ കൊനാമി യൂസേഴ്സിന് ഇങ്ങനെ അങ്ങ് ഈ 1000-2000 കോയിനൊക്കെ ഉള്ളത് കൊച്ചാക്കില്ലടാ. പണ്ട് 1000-2000 കോയിനെല്ലാം പറഞ്ഞാൽ വലിയ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പം എന്തായാലും 1500 കോയിൻസ് നമുക്ക് അവിടെ ബാക്കി വെക്കണം. ഹൈലൈറ്റാണ്. ആരാണ്? ഒറ്റ ഹൈലൈറ്റ് മാത്രമാണ് കിട്ടിയത്. അപ്പം 900 ഒരു ട്രൈയിലേക്കും കൂടി പോവാം. ബെക്കാം ഇനിയിപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും മെക്കലെല്ലാവരും തരും, ഉറപ്പാ. നമ്മൾ ആഗ്രഹിക്കാത്ത. ഓക്കെ ഗൈസ്, വെള്ള ഉള്ളിൽ മഞ്ഞ. യെസ് ഗൈസ്, ഇറ്റ്സ് എൻ എപ്പിക്. പ്ലീസ് ബി ബെക്കാം. ആണ്ടവരെ ബെക്കാമിനെത്താ. ഇനിയിപ്പോൾ ഇതിന് മെക്കലല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവരറിഞ്ഞ് കളിക്കുന്നതാടാ. ഇവരില്ലടാ ഏറ്റവും ഞാൻ വെറുതെ മെക്കലിലേക്ക് പറഞ്ഞത് കേട്ടിട്ട് ഇവർ ആഗ്രഹിച്ച് തരാമെന്ന് വെച്ചാൽ തന്നെയാ മോൻ എനിക്ക്.
മെക്കലല്ലേ ഓക്കെ ഓക്കെ മെക്കലല്ലേ അത്രേ ഉള്ളൂ 2000 കോയിൻസ് പെൻഡിങ് ഉണ്ട് ഗൈസ് ഇനി ഒരു 900 എടുക്കാൻ പറ്റില്ല കാരണം 2000 നമുക്കിനി ആകെ 500 കോയിൻസ് ബാക്കിയുള്ളൂ അപ്പോൾ ഇനി 5 ട്രൈ ഉണ്ട് 5 ട്രൈയിൽ വെക്കാവിനെ കിട്ടുമെന്നൊക്കെ ഗൈസ് നോക്കാം വേറൊന്നും പറ്റൂല വെക്കാവിനെ കിട്ടിയാൽ നിർത്താമെന്ന് വിചാരിച്ചു ഞാനാ വെക്കാമോ ഇല്ല ഓക്കെ അതൊരു ഹൈലൈറ്റ് കാർഡാണ് ഹൈലൈറ്റ് കാർഡ് ഇപ്പോൾ ഇഷ്ടം പോലെ തരാൻ തുടങ്ങി ഇത്രയും നേരം ഹൈലൈറ്റ് കാർഡ് തരൂല എന്ന് പറഞ്ഞിങ്ങനെ ഉറപ്പിച്ച് വെച്ചതാണ് ഇപ്പോൾ ഹൈലൈറ്റ് കാർഡിനെ കൊണ്ടുള്ള മേളം നെക്സ്റ്റ് ബേസ് കാർഡ് അഗെയിൻ ബേസ് കാർഡോട് മേളം തുടങ്ങി ഗൈസ് ഇനി അടുത്ത ബേസ് കാർഡിൻ്റെ അങ്ങേറ്റായിരിക്കും അടുത്തതും ഇനിയിപ്പം 2 ട്രൈ ബാക്കിയുണ്ട് ഗൈസ് അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ട്രൈസ് ആണ് ഗൈസ് ഇതിലെങ്കിലും കിട്ടുമോയെന്ന് അറിയില്ല നോക്കാം ഗൈസ് അപ്പോൾ എന്തായാലും ഇനി ഈ അക്കൗണ്ടിൽ വെക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട അങ്ങനെ എന്തായാലും ട്രൈ ചെയ്യാനും മെക്കലിൽ തന്നെ കിട്ടി ഉള്ളത് വെച്ചോണമെന്ന് പറയുന്നില്ല ഓൾറെഡി എൻ്റെ കയ്യിൽ വെക്കാം അതെന്താ ഐസ് ഇത് ഉള്ളിൽ കത്തോ നോക്കാം മഞ്ഞാത്തോ നോക്കാം എൻ്റെ മോനെ നല്ല ചൂടിൽ ഞാൻ വേർത്ത് കുളിക്കാൻ നിങ്ങൾക്ക് എൻ്റെ ഡെഡിക്കേഷൻ മനസ്സിലാക്കണ്ടേ വീഡിയോ എടുക്കാൻ വേണ്ടി ഓക്കെ ഐസ് അപ്പോൾ അതും കഴിഞ്ഞു ഐസ് അപ്പോൾ എന്തായാലും 1500 കോയിൻസ് നമുക്ക് അവിടെ പെൻഡിങ് നോക്കാം അല്ലെങ്കിൽ പിന്നെ അതും കൂടി പോയിട്ട് അങ്ങ് തീരും അപ്പോൾ എനിവേ ഗൈസ് അപ്പം ഇതൊക്കെ തന്നെ നമ്മളെ വീഡിയോ മെക്കലിനെ കിട്ടി സന്തോഷം അപ്പോൾ ഗൈസ് നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ഇതായിരിക്കും ബൈ